മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. തേങ്ങാക്കണ്ണ് പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകയിരം. പാർവതി ദേവിയുടെ സ്വന്തം നക്ഷത്രമാണ്. നക്ഷത്രദേവത ചന്ദ്രനാണ്. മൃഗം പാമ്പ്, വൃക്ഷം കരിങ്ങാലി, ദേവഗണമാണ്. പക്ഷി പുല്ല്, ഭൂതം ഭൂമി, യോനി സ്ത്രീ. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ സാമർഥ്യം പ്രകടിപ്പിക്കുന്നവരാണ് പൊതുവെ മകയിരം നക്ഷത്ര ജാതർ. മകയിരം നക്ഷത്ര ജാതർക്ക് 2026 വിഷുവർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ആരെയും വിശ്വസിക്കുന്ന പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസ്തരിൽ നിന്നും തിക്താനുഭവങ്ങൾ നേരിടുന്നതാണ്. വർഷത്തിൻ്റെ ആരംഭം വളരെ മികച്ചതായിരിക്കും. ദൈവാധീനം കുറയുന്നത് കൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തേണ്ടത് അത്യാവശ്യമാണ്. പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് തവണ ശ്രമിക്കേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ധനാഗമ മാർഗങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രവർത്തന രംഗത്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുകയും കഠിന പ്രയത്നം കൊണ്ട് പ്രശ്നങ്ങൾ വഴിമാറിപ്പോവുകയും ചെയ്യുന്നതാണ്. ഏത് കാര്യത്തിലും സംയമനം പാലിക്കേണ്ടതാണ്. 2026 വിഷുവർഷം മകയിരം നക്ഷത്ര ജാതർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിനും ഉന്നത വിജയം നേടുന്നതിനും ഉപരിപഠനത്തിനും വളരെയധികം അനുകൂലമായ സമയമാണ്. ഏത് കാര്യത്തിനും അനവധി തവണ പ്രയത്നിക്കേണ്ടി വരും എന്ന് മാത്രം. പ്രണയബന്ധത്തിലായിരിക്കുന്ന യുവതീ-യുവാക്കൾക്ക് പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്നതിനും വിവാഹ നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ കടക്കുന്നതിനും അനുകൂലമായ സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പുതിയ ഭവനം വാങ്ങുന്നതിനോ വീട് പൊളിച്ച് പണിയുന്നതിനോ വളരെ നല്ല സമയമാണ്. പുതിയ ധനാഗമ മാർഗങ്ങൾ തേടിയെത്തുന്നതാണ്. എത്ര വലിയ സൗഹൃദ വലയം ഉണ്ടെങ്കിലും സ്വന്തം കാര്യത്തിന് അവയിൽ നിന്നെല്ലാം ഒരകലം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മകയിരം നക്ഷത്ര ജാതരുടെ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതിനായി നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നതും നക്ഷത്ര പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്നതും ഉത്തമമാണ്. നിലവിൽ രോഗാവസ്ഥയിലിരിക്കുന്നവർ അതതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടേണ്ടതാണ്. കൃത്യസമയത്ത് ഔഷധ സേവ നടത്തുന്നത് വഴി ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ സംയമനം കൊണ്ട് നീങ്ങിപ്പോകുന്നതാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും പ്രശ്നപരിഹാരത്തിന് ഉത്തമമാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. മാസത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം ശീലമാക്കേണ്ടതാണ്. ഇതര മതസ്ഥർ സ്വന്തം ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.